വളരെ പണ്ട് ഒരു രാജ്യത്തു വനവാസിയായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനും അതോടൊപ്പം ജീവജാലങ്ങളെ സ്നേഹത്തോടെ കാണുകയും പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു. താൻ കാരണം ഒരു ജീവജാലത്തിനും വേദനയുണ്ടാകുവാനോ നാശം സംഭവിക്കുവാനോ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ആഹാരം തേടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ താടി രോമത്തിൽ അകപ്പെട്ടുപോയ ഒരു വിശറിനെ അദ്ദേഹം കാണുകയുണ്ടായി. ദയ തോന്നിയ മഹർഷി അതിനെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അതിനെ എടുക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു, താൻ അതിനെ എടുക്കുമ്പോൾ വിരലുകൾക്കിടയിൽ അമർന്നു അത് മരണപ്പെടുകയാണെങ്കിൽ അതൊരു കഷ്ടമായി പോകുമല്ലോ എന്ന്. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ച മഹർഷി അടുത്തുണ്ടായിരുന്ന ഒരു വിശറിന്റെ കൂട് കാണാനിടയായി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു ആശയം തോന്നി. ഉടനെ തന്റെ നീണ്ട താടിരോമം വിശറിൻ കൂട്ടിലേക്കു നീട്ടിവെച്ച് താടിയിൽ കുടുങ്ങിയ വിശർ പോകുന്നതും നോക്കി നിന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കുടുങ്ങിയ വിശർ ഇറങ്ങിപ്പോയതുമില്ല, കൂട്ടിലുണ്ടായിരുന്ന നൂറുകണക്കിന് വിശറുകൾ രോമത്തിൽ കൂടി മഹർഷിയുടെ തലയിലേക്ക് കയറാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്ന് അറിയാതെ മഹർഷി വിഷമിച്ചു നിൽക്കെ ഉറുമ്പിന്റെ കടിയുടെ വേദന സഹിക്കാൻ വയ്യാതെയായി. ഉറുമ്പുകളുടെ ആക്രമണത്തിൽ സഹികെട്ട മഹർഷി മറ്റെല്ലാം മറന്നു താടിരോമത്തിൽ നിന്നും തലയിൽ നിന്നും എല്ലാം ഉറുമ്പുകളെ പറിച്ചെറിയാനും കൊല്ലാനും തുടങ്ങി. അങ്ങനെ ഒരു ഉറുമ്പിനെ രക്ഷിക്കാൻ നോക്കിയ മഹർഷിക്ക് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവസരത്തിനൊത്ത യുക്തിപരമായ തീരുമാനങ്ങളാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത്.